Good morning. Today, let me tell you about what is management and what are the schools of management thought. അടുത്ത ചാപ്റ്റർ ആണ്, തേർഡ് ചാപ്റ്റർ ആയിട്ടാണ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. ഓരോരുത്തരും തിങ്ക് ചെയ്യുന്നത് മാനേജ്മെന്റിനെ പല പേഴ്സ്പെക്റ്റീവിലാണ്. ഡിഫറെൻറ്റ് ഓതേഴ്സ്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇന്ന് തരുന്നുള്ളൂ, കാരണം ഇത് എല്ലാ സ്കൂൾസ് ഓഫ് തോട്ടും അതിൻ്റെ ഡീപ്പ് സെൻസിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ യു സം സ്കൂൾസ് ഓഫ് തോട്ട് ആർ ദർ. ചില ആൾക്കാർ പല രീതിയിലാണ്, അതായത് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തൊട്ടിട്ട് മാനേജ്മെന്റിന് ഒരു ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ക്ലിയർ? അപ്പോൾ ഒരുപാട് പേരുടെ ഈ എഫേർട്ടിൽ നിന്നാണ് ഇതൊരു ഡിസിപ്ലിൻ ആയിട്ട് വന്നിട്ടുള്ളത്. മെനി സ്കോളേഴ്സ് ഫ്രം മെനി ഫീൽഡ്സ് have given much contribution to the world of management. Clear? And even the World War and the Great Depression, they have created more need for the management theory. കാരണം എപ്പോഴും ഒരു കൺസിഡറബിൾ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ്. കാരണം പണ്ടത്തെ കാലത്ത് മാനേജ്മെന്റിനൊന്നും ഇത്ര ഒരു വൈഡ്ലി സ്പ്രെഡ് ഇല്ല. ഇന്ന് നാളത്തെ ലോകം എന്ന് തന്നെ ഓൺട്രപ്രനേഴ്സിന്റെ ലോകമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഓൺട്രപ്രനേഴ്സിനുള്ള നീഡും ഇഫക്റ്റീവ്നെസ്സും ഒരു കമ്പനിയുടെ ഡെവലപ്മെന്റ് ഒക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും മാനേജ്മെന്റിന് ഇത്രയും നീഡായിട്ടുള്ളത്, അല്ലേ? ഇപ്പൊ നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്, FW ടൈലർ എന്താ ഒരു സയന്റിഫിക് മാനേജ്മെന്റിൽ FW ടൈലറിന്റെ കോൺട്രിബ്യൂഷൻ, ഫയോൾസ് കോൺട്രിബ്യൂഷൻ, മേരി പാർക്കർ ഫോളറ്റ് ഉണ്ട്. അപ്പൊ കാലത്തിന് അനുസൃതമായിട്ട് പല രീതിയിലുള്ള ചിന്തകളും വന്നിട്ടുണ്ട് മാനേജ്മെന്റിന്റെ ഇവോൾവിങ്. ബ്രീഫ്ലി നമ്മൾ പറയുമ്പോൾ ദീസ് ആർ ദ സ്കൂൾസ് ഓഫ് തോട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്കൂൾസ് ഓഫ് തോട്ടിൽ ഇതൊക്കെയാണ്. ഒന്ന് സയന്റിഫിക് പ്രോസസ് സ്കൂളാണ്. നമുക്ക് തന്നെ ആലോചിച്ചറിയാം, സയന്റിഫിക് പ്രോസസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സയന്റിഫിക് മാനേജ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. മെയിൻ ആയിട്ട് ഒരു ഫ്രെഡറിക് W ടൈലർ ഓർ FW ടൈലർ, ഹീസ് റിഗാർഡഡ് ആസ് ദ ഫാദർ, അല്ലെ? നമ്മൾ പറയാറില്ലേ ഫാദർ ഓഫ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് മാനേജ്മെന്റ് ഒരു ആളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം സയന്റിഫിക് ആയിരിക്കണം, മാനേജ്മെന്റിനെ എക്സാക്റ്റ് ആയിട്ട് അറിയണം, അല്ലേ? അപ്പോ എല്ലാം കൃത്യമായിട്ട് ഒരു തംപ് ഓഫ് റൂൾ പോലെ കൺസിഡർ ചെയ്യണം. മനുഷ്യന്മാരെയൊക്കെ എക്യുപ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ചിന്തയാണ്. ചിലപ്പോൾ പണ്ടത്തെ കാലത്ത് ആ ഒരു ചിന്തയിൽ ഉണ്ടായിട്ടുണ്ടാവാം ആൾക്കാര്, പക്ഷെ ഇന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ ഒന്നും കൺസെപ്റ്റില് ഒരു സയന്റിഫിക് പ്രോസസ് ആയിട്ട് മാനേജ്മെന്റിനെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ? സയന്റിഫിക് സെലക്ഷൻ, സയന്റിഫിക്, കാരണം യു ആർ ഡീലിംഗ് വിത്ത് ഹ്യൂമൻ ബീങ്സ്. യു കനോട്ട് എക്സ്പെക്ട് ദാറ്റ് മച്ച് ഓഫ് സയന്റിഫിക്നെസ് ഇൻ ഓൾ ദ വർക്ക് സ്റ്റഡി, ഇമോഷൻ സ്റ്റഡി. സമയം എങ്ങനെയൊക്കെ ചെലവാക്കണം, സമയത്തിനെ അനലൈസ് ചെയ്യണം, അളക്കണം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ്, ഈവൻ ഫറ്റീഗ് ഹാസ് ടു ബി സ്റ്റഡീഡ്. ടൈലറിന്റെ പ്രിൻസിപ്പിൾസ് വളരെ വേഗമായിട്ട് നമ്മുടെ ഇന്നത്തെ ജനറേഷന് ഫീൽ ചെയ്യിച്ചാലും ദിസ് വാസ് ഹൗ മാനേജ്മെന്റ് ഇവോൾവ്. കാരണം ഒരു കാലത്ത് സയൻസ് മാത്രം ഉണ്ടായിരുന്ന ഒരു ലോകത്ത് വെൻ മാനേജ്മെന്റ് കംസ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മാനേജ്മെന്റ് ഓൾസോ കുഡ് ബി വ്യൂഡ് ഓൺലി ആസ് എ സയൻസ് ഇൻ ദാറ്റ് ടൈം. ക്ലിയർ? അപ്പൊ അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പോൾ മെന്റൽ റെവല്യൂഷൻ, ഒരുപാട് പ്രിൻസിപ്പിൾസ് ടൈലർ ഫോളോ ചെയ്തു. ക്ലിയർ? അപ്പോൾ ടൈലറുടെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ സ്പെഷ്യലൈസേഷൻ ആണ് ടൈലർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇന്നും നമ്മൾ അത് ഫോളോ ചെയ്യണത്. എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആവണം, ക്വാളിറ്റി ബെറ്റർ ആവണം, കോസ്റ്റ് കുറയ്ക്കണം. ഇത്രയൊക്കെ പറഞ്ഞു. ടൈലർ മാത്രമല്ല, ടൈലറിന്റെ കൂടെ ഹെൻറി ക്രാറ്റ്, കാർൾ ബി ബാത്ത്, ഹാരിങ്സൺ എമേഴ്സൺസ്, ഫ്രാങ്ക് ഗിൽബർട്ട്, ഇവരൊക്കെ സയന്റിഫിക് സ്കൂൾ ഓഫ് തോട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. സയന്റിഫിക് പ്രോസസ് സ്കൂൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു ദാറ്റ്. ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, കാരണം ഹ്യൂമൻ എലമെന്റിനെ ഒട്ടും കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ ടൈം ഇത്രയും ക്രിറ്റിസിസം ടൈലർ ഫേസ് ചെയ്തപ്പോൾ ദർ കം ദ നീഡ് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ. ഹെൻറി ഫയോൾ ആണ് ഫാദർ ഓഫ് മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് ആ സ്കൂൾ ഓഫ് തോട്ട്. ഹെൻറി ഫയോൾ മാത്രമല്ല, മൂനെ, റൂട്ടെ, എർവിക്, കൂൺസ്, ന്യൂമാൻ, ഓൾ ദാറ്റ്, അവർക്കൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു മാനേജ്മെന്റ് പ്രോസസ് സ്കൂൾ. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ അപ്രോച്ച് ആണ് അവരുടെ. യൂണിവേഴ്സാലിറ്റി അപ്രോച്ചും ക്ലാസിക്കൽ അപ്രോച്ച് എന്നൊക്കെ വിളിക്കും നമ്മൾ ആ സ്കൂൾ ഓഫ് തോട്ടിനെ. ക്ലിയർ? ഇപ്പൊ ഈ സ്കൂൾ ഓഫ് തോട്ടില് നമ്മൾ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് ഒന്നും
പഠിക്കുന്നില്ല, കാരണം ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. ഇഫ് ഇറ്റ് ഇസ് ആസ്ക്ഡ് ഓൾസോ യു ആർ സപ്പോസ് ടു സേ അബൌട്ട് ദാറ്റ്, ബട്ട് ഇൻ ബ്രീഫ് യു ക്യാൻ സേ ദാറ്റ് ഒരുപാട് ഫങ്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. എല്ലാം അപ്ലൈ ചെയ്യേണ്ട രീതി, ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഫോർമൽ ആവണം. നമ്മുടെ ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഫയോള് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡിവിഷൻ ഓഫ് വർക്ക്, ഡിവിഷൻ ഓഫ് ലേബർ, അല്ലെ, പിന്നെ ഓരോ ഡീസെൻട്രലൈസേഷൻ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ആ ഒരു മാനേജ്മെന്റ് പ്രോസസ് സ്കൂളിന്. ഇതിനൊരു ഡിസഡ്വാൻറ്റേജുകൾ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഡൈനാമിക് എല്ലാ സിറ്റുവേഷനിലും അത് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ക്ലിയർ? അപ്പോ പിന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഈ സ്കൂൾ ഓഫ് തോട്ടിന് വെച്ചാലും നമ്മൾ പറയുന്നുണ്ട് ഇതിന് ഒരുപാട് ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ഉതകുന്ന രീതിയിൽ തന്നെയാണ് ഫയോള പ്രിൻസിപ്പിൾസും സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്, ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട്. And after a while, we understood that the psychological factors also has to be considered. ആ ഒരു സൈക്കോളജിക്കൽ വിഷനും കൂടി കൺസിഡർ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി തുടങ്ങുന്ന ഒരു കാലഘട്ടം. മേരി പാർക്കർ ഫോളറ്റ് ആയാലും, മെൽട്ടൺ മായോ ആയാലും, അല്ലെ, കേറ്റ് ഡേവിസ്, മാസ്ലോ, ഹേഴ്സ്ബർഗ്, മാക്ലെലൻഡ്, എൽട്ടൺ മായോ ഒക്കെ, അവരൊക്കെ ഭയങ്കര ആ സ്കൂൾ ഓഫ് തോട്ട്. കാരണം പീപ്പിളിന്റെ റിലേഷൻഷിപ്പ് ആണ്, quality of relationship among the people working in the organization has to be considered. Only then the effectiveness of the school, effectiveness of the organization can be improved. അതായത് മനുഷ്യന്മാരുടെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് അനലൈസ് ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ, ഐ മസ്റ്റ് ടെൽ, വിത്ത് റിഗാർഡ് ടു ദ മാനേജ്മെന്റ് കൺസെപ്റ്റ്. അപ്പൊ ആ ഒരു മാനേജ്മെന്റ് കൺസെപ്റ്റില് സോഷ്യൽ സിസ്റ്റം ആയിട്ട് നമ്മൾ മാനേജ്മെന്റിനെ കൺസിഡർ ചെയ്ത് തുടങ്ങി. ഇതുവരെ ഒരു സയന്റിഫിക് വേറൊരു രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്, അതായത് എക്കണോമിക് നീഡ്സിന്റെ അപ്പുറം ഹ്യൂമൻ ബീയിങ്സിന് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്തു തുടങ്ങി. ഗ്രൂപ്പ് ഡൈനാമിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയത് ഈ സ്കൂൾ ഓഫ് തോട്ട് ആണ്. ക്ലിയർ? അപ്പൊ മാനേജേഴ്സ് എപ്പോഴും ഹ്യൂമൻ റിലേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതൊക്കെയാണ് ഹ്യൂമൻ ബിഹേവിയറൽ സ്കൂളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിന്റെ ഡെവലപ്മെന്റ് ഉണ്ടായിച്ചാലും ഇവിടെ ഹ്യൂമൻ ബിഹേവിയറിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ മാനേജ്മെന്റിന്റെ സ്കോപ്പ് കുറയുന്നുണ്ടോ എന്നൊരു സംശയം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായി. കാരണം ഹ്യൂമൻ ബീയിങ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. വേറെയും ഏരിയാസ് ഉണ്ട് കൂടുതൽ അറ്റൻഷൻ വരുന്നത്. എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ പ്രാക്ടീസിനുണ്ട്. ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും കൂടിയും ഇതിന്റെ ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ഒരുപാട് ക്രിറ്റിസിസം ഹ്യൂമൻ ബിഹേവിയർ സ്കൂളിന് ഉണ്ടായി. ക്ലിയർ? ഹോത്തോൺ എക്സ്പെരിമെന്റ്സിൽ നിന്നാണ് ഹ്യൂമൻ ബിഹേവിയറിസ്റ്റ് കൺക്ലൂഷൻ ഉണ്ടായിരിക്കുന്നത്. അതൊക്കെ ക്ലിനിക്കലി ആണ് ബേസ് ചെയ്തിട്ടുള്ളൂ, സയന്റിഫിക് അല്ല എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി സോഷ്യൽ സിസ്റ്റം സ്കൂൾ, ഇതിന്ന് ഡെവലപ്പ് ചെയ്തൊരു സ്കൂളാണ് സോഷ്യൽ സിസ്റ്റം. അത് സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനെ ഒരു സോഷ്യൽ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ റിലേഷൻഷിപ്സ് ആണ് അവിടെ. സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം സം സോർട്ട് ഓഫ് നെറ്റ്വർക്ക് കണക്ഷൻ മസ്റ്റ് ബി ദർ. Relationship should exist among the internal and external environment of the organization. It should be sociological in nature. Clear? അപ്പൊ സോഷ്യൽ സൈക്കോളജി ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് rather than individual psychology. ഇൻഡിവിജ്വൽ സൈക്കോളജിയെക്കാളും സോഷ്യൽ സൈക്കോളജിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ സോഷ്യൽ സിസ്റ്റത്തിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. കൾച്ചറൽ റിലേഷൻഷിപ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പൊ എപ്പോഴും കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്, ഐഡിയാസ്, ഫോഴ്സസ്, ഡിസയേഴ്സ്, അതൊക്കെ. അല്ലാതെ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ഹ്യൂമൻ ബിഹേവിയറിന് മാത്രമല്ല, അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയെന്നുള്ളതാണ് ഒരു മാനേജ്മെന്റിന്റെ സക്സസ് ആയിട്ട് പറയണത്. ക്ലിയർ? ഒരുപാട് ലിമിറ്റേഷൻസ് ഇതിനും ഉണ്ടായി, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം മാനേജ്മെന്റ് സോഷ്യോളജി ആയിട്ട് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. കാരണം സോഷ്യോളജി ഈസ് ഡിഫറെന്റ് ഫ്രം മാനേജ്മെന്റ്. അപ്പൊ സ്കൂൾസ് എപ്പോഴും ഒരു വെരി ബ്രോഡ് ഫീൽഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. മാനേജ്മെന്റ് അങ്ങനെയല്ല. മാനേജ്മെന്റിന്റെ പല കൺസെപ്റ്റ്സിനെയും മോശമായിട്ട് കൺസിഡർ ചെയ്തു സോഷ്യൽ സിസ്റ്റം സ്കൂൾ. അപ്പോൾ മാനേജ്മെന്റിന് എപ്പോഴും
കൂടുതൽ ഇമ്പോർട്ടൻസ് മാനേജ്മെന്റിന് തന്നെ കൊണ്ടുവരണം എന്നുള്ളത് ഉണ്ടായതുകൊണ്ട് സോഷ്യൽ സിസ്റ്റം സ്കൂളും കുറേയൊക്കെ അച്ചീവ് ചെയ്തു. പണ്ടത്തെ കാലത്തെ ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിന്നൊക്കെ ഒരുപാട് നമ്മൾ ഇംപ്രൂവ്ഡ് ആയത് സോഷ്യൽ സിസ്റ്റം സ്കൂളും ഹ്യൂമൻ ബിഹേവിയർ സ്കൂളൊക്കെ വന്നപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഡിസിഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കുറയുന്നോ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഡിസിഷൻ തിയറി സ്കൂൾ വന്നത്. കാരണം ഡിസിഷൻസ് എംഫസൈസ് ഒരിക്കലും ഈ സ്കൂൾ ഓഫ് തോട്ടിലെ എംഫസൈസ് ഒരിക്കലും ആൾക്കാരിലല്ല, എൻവയൺമെന്റ് വേരിയബിളും അല്ല, പക്ഷെ ഡിസിഷനിലാണ്. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ്മെന്റിന് എങ്ങനെ ഡിസിഷൻ ഉണ്ടാക്കാൻ പറ്റും, ആ ഡിസിഷൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കും, ഡിസിഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫോർമുലേഷൻ ഓഫ് പോളിസീസ് എന്നൊക്കെ തിരിച്ചറിഞ്ഞത് ഈ ഒരു ഡിസിഷൻ തിയറി സ്കൂളിലാണ്. ക്ലിയർ? ചെസ്റ്റർ ബെർണാഡ് ആയാലും ഹെർബർട്ട് സൈമൺ ആയാലും ജെയിംസ് മാർച്ച് ആയാലും ഒക്കെ അവരൊക്കെയാണ് ഈ ഒരു സിസ്റ്റംസ് ഡിസിഷൻ തിയറി സ്കൂൾ വന്നത്. സോഷ്യൽ സിസ്റ്റം സ്കൂളിന്റെ മെയിൻ പ്രൊപ്പഗേറ്റർ റെൻസിസ് ലിക്കേർട്ട് ആണ്. ലിക്കേർട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്നാണ് നമ്മൾ എപ്പോഴും പറയുക. ഡിസിഷൻ തിയറി അങ്ങനെയല്ല, എങ്ങനെയാ ഡിസിഷൻ എടുക്കണം, റൈറ്റ് മാനറിൽ എടുക്കണം, ഡിസിഷനെ എങ്ങനെ ഒരു റാഷണൽ അപ്രോച്ച് കൊണ്ടുവരണം, ഒരുപാട് സ്റ്റെപ്സ് ഒക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ ഉണ്ടായി. അതൊക്കെയാണ് ഡിസിഷൻ തിയറി സ്കൂൾ ഒരു വളരെ ഇമ്പോർട്ടൻസോട് കൂടി കൊണ്ടുവന്ന സിസ്റ്റമാണ്. ഡിസിഷൻ മേക്കിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊണ്ടുവരാൻ കാരണം ഡിസിഷൻ തിയറി സ്കൂൾ തന്നെയാണ്. പക്ഷെ ഡിസിഷൻ മേക്കിംഗ് മാത്രമല്ല ഒരു ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ. ഡിസിഷൻ മേക്കിംഗ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എൻ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ അറ്റ് എനി കോസ്റ്റ്. കാരണം ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടാസ്ക്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. സോ ഡിസിഷൻ അപ്പിയർ എപ്പോഴും വേറെ പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഡിസിഷൻസ്. ഡിസിഷൻസ് ഒറ്റയ്ക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. സോ അത് ഫെയിലിയർ അല്ല, അതൊന്നും നമ്മൾ കുറേ ഇൻഫർമേഷൻസ് ഡ്രോ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്കൂൾ ഓഫ് തോട്ട് ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളാണ്. ക്വാണ്ടിറ്റേറ്റീവ് സ്കൂള് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നത് വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ്. ബ്രിട്ടീഷേഴ്സ് ഒരു ഓപ്പറേഷൻ റിസർച്ച് ടീമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട്, അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്തമാറ്റീഷ്യൻസ്, ഫിസിസിസ്റ്റ്, അതർ സയന്റിസ്റ്റ് ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തുകൂടി. അപ്പൊ അങ്ങനെ ഈ ഒരു അപ്രോച്ചിനെയാണ് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഓർ യു ക്യാൻ സേ ഓപ്പറേഷൻ റിസർച്ച് അപ്രോച്ച്. ക്ലിയർ? മാനേജ്മെന്റിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽസ് ആൻഡ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. മാത്തമാറ്റിക്കൽ സിമ്പിൾസും റിലേഷൻഷിപ്സും വെച്ചിട്ട് മാനേജ്മെന്റിനെ ഒരു ലോജിക്കൽ പ്രോസസ്സാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അഡ്വാൻസ് ആയിട്ടുള്ളത് ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്നുണ്ട് ലീനിയർ പ്രോഗ്രാമിംഗ്, ക്യൂയിങ് തിയറി, മോഡൽ ബിൽഡിംഗ് ഒക്കെ. അപ്പൊ അത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു അഡ്വാൻസ്ഡ് ഘടകവും മാനേജ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ സ്കൂൾസിന് എന്താ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ മാത്തമാറ്റിക്കലി കുറെ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കൂടുതൽ നല്ല ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റാം. കാരണം എപ്പോഴും അക്യുറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഡിസിഷന് കുറച്ചും കൂടി വാലിഡിറ്റി കൂടുതലാണ്. ക്ലിയർ? അപ്പോൾ ഹെർബർട്ട് സൈമൺ ഒക്കെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട്, അല്ലെങ്കിൽ ഹരോൾഡ് കൂൺസ് ഒക്കെ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ? പക്ഷെ ഇതൊരിക്കലും ഒരു ജഡ്ജ്മെന്റിന് സപ്പോർട്ടീവ് അല്ല. കാരണം പെട്ടെന്ന് നമുക്കൊരു തീരുമാനം എടുക്കണം, നമുക്ക് മാത്തമാറ്റിക്കൽ മോഡൽസിനെ ഒന്നും ആശ്രയിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ക്ലിയർ? പിന്നെ ചില കാര്യങ്ങൾ മാനേജ്മെന്റിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്സ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് കുറേം കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. വേറെസ് മാനേജ്മെന്റ് നമുക്ക് അത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. ഇത്രയുമൊക്കെ ആയി കാലഘട്ടം ഒരുപാട് മാറി. ടെക്നോളജി ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ വന്നതാണ് സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട്. ഓർഗനൈസേഷനെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാണ് ഇവിടെ സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട് ചെയ്യണത്. ക്ലിയർ? ഒരു സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ടിൽ നമ്മൾ പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇതിനെയൊക്കെ വേറെ വേറെ കോമ്പോണൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിനെ ആസ് എ ഹോൾ ഇറ്റ് ഇസ് ഇന്റർലിങ്ക്ഡ് എന്നുള്ളത് കൊണ്ടുവരാനാണ്. കാരണം ഒരു സബ് സിസ്റ്റം ഇഫക്റ്റീവ് ആയാൽ മാത്രമേ ആ ഹോൾ സിസ്റ്റം ഇഫക്റ്റീവ് ആവുള്ളൂ എന്നുള്ളൊരു തോന്നല്. സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട് ഭയങ്കര ഇമ്പോർട്ടൻറ്റും ഭയങ്കര കോൺട്രവേഴ്സീസ് അല്ല, ആ സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ടിലേക്ക് മാറുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഒരു കാര്യം പുതുതായി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഒരുപാട് ചേഞ്ചസ് നമ്മളുടെ ഇതിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ സിസ്റ്റംസ് ഇന്റർ റിലേറ്റഡ് ആണെന്ന് കണ്ടെത്തിയതോട് കൂടിയിട്ട് തന്നെ ഓർഗനൈസേഷന്റെ ഗോൾസ് ഒക്കെ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയി തുടങ്ങി. ഒരു ന്യൂ ആൻഡ് ഡിഫറെന്റ് വേയില് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന രീതി വന്നത് സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ടിലാണ്. കുറച്ചും കൂടിയും
കോംപ്ലക്സ് ഒക്കെ മാറി കുറച്ചും കൂടി ബെറ്റർമെന്റിന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങി ഈ ഒരു സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട്. പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ലാർജ് ഓർഗനൈസേഷനൊക്കെ പഠിക്കുമ്പോൾ എല്ലാം ഇന്റർലിങ്ക്ഡ് ഒക്കെ ആയിട്ട് വരുമ്പോൾ കൺഫ്യൂഷൻ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ക്ലിയർ? ചില സമയത്ത് ഇന്ററാക്ഷൻസ് ഒക്കെ ഒരു സിസ്റ്റവും വേറൊരു സിസ്റ്റവും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് കുറയുമ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ അതൊരു ഫെയിലിയർ ആയി മാറാനുള്ള ഒരു പോസിബിലിറ്റി. ക്ലിയർ? പിന്നെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം യൂണിവേഴ്സലി നമുക്ക് അപ്ലൈ ചെയ്യാനൊന്നും പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം ഓരോ ഓർഗനൈസേഷന്റെ ഉള്ളിലും ഡിഫറെന്റ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ് ഉള്ളത്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് കണ്ടിൻജൻസി തിയറി സ്കൂൾ. ലാസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് വേ ടു മാനേജ്. പല സിറ്റുവേഷൻസും നമുക്ക് ഉണ്ടാവും. ആ ഒരു സിറ്റുവേഷന്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെ ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ പറ്റും എന്ന്. കാരണം ഈഫ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഈഫ്സ് ആൻഡ് ബട്ട്സ് ആർ ലൈക്ക് പോട്ട്സ് ആൻഡ് പാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്ജോത് സിംഗ് സിദ്ധുവിന്റെ ഒരു സെന്റൻസ് ഉണ്ട്. അതായത് ഈഫ്സും ബട്ട്സും ഒന്നും ഇല്ലായിരുന്നു വെച്ചാൽ നമുക്ക് ചിന്തകരുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെയാണ് ഈഫ്സും ബട്ട്സും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇഫ് ടുമോറോ സച്ച് എ കലാമിറ്റി കംസ് വാട്ട് യു വിൽ ഡു? ഇന്ന് ലോകം തന്നെ ഫേസ് ചെയ്യുന്നത് അങ്ങനെ ഒരു കലാമിറ്റിയിലൂടെ. ക്യാൻ യു തിങ്ക് ഓഫ് ഡിഫറെന്റ് സിറ്റുവേഷൻ നൗ? നോ, വി ഹാവ് നോട്ട് ഫേസ്ഡ് ദി സിറ്റുവേഷൻ ബിഫോർ. അപ്പൊ ഒരു കണ്ടിൻജന്റ് ആയിട്ടുള്ള ലോകത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ ആ ഒരു മാനേജ്മെന്റിന് ആ കണ്ടിൻജൻസി കൈകാര്യം ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഒരു രീതി ഉണ്ടാവണം. എല്ലാം സിറ്റുവേഷണൽ ആണ്. ക്ലിയർ? ആ സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അപ്പോൾ ഒരു റിയലിസ്റ്റിക് വ്യൂവിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. This last theory, this is not a complete version, I must tell, but this last theory says you that this is a realistic view, situational view, how to handle that. അപ്പോൾ നമ്മളാണെങ്കിലും മാനേജേഴ്സ് സിറ്റുവേഷൻ ഓറിയന്റഡ് ആവണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻ ഓറിയന്റേഷനിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണു? പിന്നെ ക്ലിയർ? മാനേജ്മെന്റ് തിയറി എപ്പോഴും പറയണത് കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറയുന്നത് ബ്രിങ്ങിങ് ടുഗെദർ ദ ബെസ്റ്റ് ഓഫ് സെഗ്മെന്റ്സ്, ഓൾ ദ സെഗ്മെന്റ്സ്. കാരണം മാനേജ്മെന്റ് തിയറി ജംഗിൾ, ഒരു കാട് പോലെ ആയിട്ടാണ് ഹറോൾഡ് കൂൺസ് കൺസിഡർ ചെയ്യുന്നത്. കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ കമ്മിങ് സെനാരിയോ. Clear? This is a very brief thing about the school of thought which will be explained to you in the coming classes. ക്ലിയർ? കമ്മിങ് ക്ലാസ്സസിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരുപാട് ഡെപ്ത് ആയിട്ട് സ്കൂൾ ഓഫ് തോട്ട് പഠിക്കാനില്ല. ഐ മീൻ പെരിഫറൽ വ്യൂ മാത്രമേ പഠിക്കാനുള്ളൂ. ഓരോരുത്തരുടെയും ഡീപ്പ് അനാലിസിസ് ഒന്നും പഠിക്കാനില്ല. കാരണം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ ഒരു പാർട്ട്, ആദ്യത്തെ 2 മോഡ്യൂള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ മോഡ്യൂൾ ആയതുകൊണ്ടാണ് ഐ മസ്റ്റ് ഗോ വെരി ഫാസ്റ്റ് വിത്ത് ദാറ്റ് മോഡ്യൂൾസ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് 3rd മോഡ്യൂൾ തൊട്ടിട്ട് കുറച്ച് സമയത്തോടെ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് എലക്ഷൻ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ദ അതർ നെക്സ്റ്റ് കമ്മിങ് 2 days will be holidays for you. Clear? So study well the part what we have studied. 2 chapter നമ്മളെ തീർന്നിട്ടുണ്ട്. So take care dear students.